ഊർമിളാമ്മേ, എനിക്കെല്ലാം മനസ്സിലായി. പാവം വന്ദന, അവള് വീട് മുഴുവൻ വീടിന്റെ പ്രമാണം തെരഞ്ഞോണ്ടിരിക്കുക. നീ അവളെ വിളിച്ച് കാര്യം പറ. അല്ലെങ്കിൽ വേണ്ട, അവളോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി. ജഗ, ഞാൻ ആ പ്രമാണം വീട് മുഴുവനും നോക്കി, ഇവിടെ എങ്ങും കാണുന്നില്ല. അറിയാം, ആ പ്രമാണം ഇനി അവിടെ എങ്ങും തിരഞ്ഞിട്ട് ഒരു കാര്യമില്ല, കിട്ടില്ല. എന്താ? വന്ദന, തെരച്ചിലൊക്കെ മതിയാക്കി വേഗം പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വാ. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാം നേരിട്ട് പറയാം. വേഗം പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വാ. ഞാൻ വരാം. ചേട്ടാ, ഖാദർ ഇക്കാര്യമൊന്നും അറിഞ്ഞിരുന്നില്ലെന്ന് മനസ്സിലായി. ആ സ്ഥലത്തിന്റെ ആധാരം ഖാദറിന് വീട് വച്ചിരിക്കുകയായിരുന്നു. ആ സ്ഥിതിക്ക് ആ ഭൂമിയിലൊരു പൂജ നടത്തുന്ന കാര്യം ഖാദറിനെ മുൻകൂട്ടി ഒന്ന് വിളിച്ചറിയിക്കണമായിരുന്നു. അത് ചെയ്യാത്തത് ചന്ദ്രികയുടെ മോന്റെ തെറ്റാ. എന്തായാലും പൂജ തുടങ്ങിപ്പോയില്ലേ, ആ മംഗളകർമ്മം മുടക്കരുത്. അത് ഖാദറിന് ഒരു നഷ്ടവും ഉണ്ടാകാത്ത തരത്തിൽ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാം. എനിക്കൊന്നും കേൾക്കണ്ട. എത്ര കൊലക്കൊമ്പന്മാരായാലും എന്റെ സ്ഥലത്ത് കയറി മേയാൻ ഞാൻ സമ്മതിക്കില്ല. പൂജയും ക്രിയയും ഒക്കെ മതിയാക്കി പെട്ടെന്ന് സ്ഥലം വിട്ടോണം. ഇല്ലെങ്കിലേ ഇവിടുന്ന് ആരും നേരെ ചൊവ്വേ പോവില്ല. ഖാദർക്ക, ഞാൻ പറയുന്നൊന്നും കേക്ക്. നിങ്ങൾ ഇപ്പൊ പോവോ? ദേ, ഇത് പലരുടെയും സ്വപ്നമാണ്. അത് നിങ്ങളായിട്ട് തകർക്കരുത്. തകർത്താ നീ എന്ത് ചെയ്യൂടാ? എന്നെ മൂക്കി വലിച്ചു കയറ്റൂ. അല്ല ഖാദറെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. അവിടെ മാധവേട്ടന്റെ മരുമക്കളൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് ആ പാവത്തെ അപമാനിക്കരുത്. ഈ പ്രശ്നം നമുക്ക് മാന്യമായിട്ട് പരിഹരിക്കാം. ജഗൻ, എന്താ എന്തിവിടെ പ്രശ്നം? പറയാം. മോള് സങ്കടപ്പെടരുത്. പിന്നെ ഈ വസ്തുവിന്റെ ആധാരം നിന്റെ ആങ്ങള മനോജ് ഖാദറിന് പണയപ്പെടുത്തിയിരിക്കുക. ഈ ഭൂമിയിൽ തറക്കല്ലിടാൻ അനുവദിക്കില്ലെന്ന ഖാദറിന്റെ വാശി. സാറേ, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞ കാര്യമല്ല. എന്തായാലും പൂജ നടത്താൻ അനുവദിക്കണം. പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം. ഇപ്പോ ദയവ് ചെയ്ത് സാറ് പോണം. വന്ദന വിചാരിച്ചാൽ ഏത് കാര്യവും നടക്കുമെന്നറിയാം. ഈ ഖാദറിന്റെ കാര്യത്തിൽ പ്രത്യേകം ഒന്ന് മനസ്സ് വയ്ക്കണം. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം. അങ്ങനെയാണെങ്കിൽ മാത്രം.
ദളവ കുടുംബത്തിലെ ഊർമിളയുടെ മുന്നിൽ വെച്ച് ഒരു പെണ്ണിനെ അപമാനിക്കാൻ നോക്കുന്നോടാ റാസ്കൽ. നിന്നോട് പരമാവധി യാചിച്ചു. നിന്റെ പ്രശ്നം ന്യായമായി ഒത്തുതീർക്കാന്ന് ഞാൻ കെഞ്ചിയതല്ലേടാ. എന്നിട്ടും ഒരു പെണ്ണിനെ കണ്ടപ്പോ നിന്റെ ചെറ്റത്തരം പുറത്തിയാടി. തല്ലിന് പകരം തലോടൽ ദളവ കുടുംബത്തിന് പരിചയമില്ല. ഞാൻ നിന്നെ വെല്ലുവിളിക്കുക. വസ്തുവിൽ കയറി പൂജ മുടക്കാൻ ധൈര്യം ഉണ്ടോടാ നിനക്ക്? ഉണ്ടെങ്കിൽ കാണിക്കണം. നമുക്ക് പോവാം സാറേ. ഈ ദളവ കുടുംബക്കാർ വലിയ കുഴപ്പക്കാരാ. അതാ നല്ലത്. ഇല്ലെങ്കി എല്ലാത്തിനെയും ഇരുമ്പഴി എണ്ണിക്കും ഞാൻ. മനസ്സിലായല്ലോ? ഈ ഊർമിളാദേവിയെ നിനക്ക് ശരിക്കും അറിയില്ല. പോടാ, പോകാൻ. ചേച്ചി, ഞാൻ അച്ഛന്റെ അമ്മയുടെ സമ്പാദ്യം മുഴുവൻ നിനക്ക് തന്നിട്ട് നീ അവരെ ചതിച്ചോടാ. എന്തിനു മനസ്സ് വന്നിടാ നിനക്ക്? പറയടാ. വന്ദന, വേണ്ട. പൂജ കഴിയട്ടെ. തൽക്കാലം ഇക്കാര്യം മാധവേട്ടനും ചന്ദ്രികയും അറിയരുത്. ആരും അറിയരുത്. പൂജയ്ക്ക് സമയമായി. വാ. അടിയും കൊണ്ട് കരഞ്ഞു വിളിച്ച് വരാനാണോ നിന്നെയൊക്കെ അങ്ങോട്ട് അയച്ചത്? ഒരു വട്ടിപ്പലിശക്കാരനും ഗുണ്ടകളും. കല്ലിടിയിൽ ചടങ്ങ് മുടക്കി ആ വസ്തു കീഴ്മേൽ മറിച്ചിട്ടേ മടങ്ങൂ എന്നും പറഞ്ഞ് വീരവാദം മുടക്കിയിട്ടല്ലേ അങ്ങോട്ട് പോയത്. എന്നിട്ട് വന്നു മാണം കെട്ടവന്മാര്. സാറേ, ആ വന്ദനയും ജഗൻ കൂടി ഊർമിള എന്ന് പേരുള്ള ഒരു ജന്തുവിനെ രംഗത്തിറക്കിയിരിക്കുക. ഊർമിളയോ? അതെ, ദളവ കുടുംബത്തിലെ ഊർമിള. അവൾ സ്ത്രീയൊന്നുമല്ല, 10 പുരുഷന്മാരുടെ ശക്തിയുള്ള കാട്ടുകുതിരയാണവൾ. എന്റെ കർണത്തൊന്ന് കൊണ്ടിട്ട് കണ്ണിലൂടെ പൊന്നിയച്ച പറന്നു. അതുകൊണ്ട് 10 മടക്കി പിന്മാറണം. എടോ, ലക്ഷക്കണക്കിന് രൂപയല്ലേ താനാ മനോജിന് കടം കൊടുത്തിരിക്കുന്നത്. ആ ഭൂമിയിലാ വീട് പണിയാൻ പോകുന്നത്. അതിനെത്തിരി പുളിക്കും. ആ വസ്തുവിന്റെ ആധാരം എന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം അവിടെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അവർക്ക്.
അങ്ങനെ എന്റെ മുമ്പിൽ വീരവത അടിച്ച പോരാ. ഇപ്പൊ തന്നെ നിങ്ങൾ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ശത്രുക്കൾക്ക് ഞെളിയാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇപ്പൊ തന്നെ പോയി ആ വസ്തുവിൽ നിന്ന് എല്ലാത്തിനും അടിച്ച് വെളിയിലിറക്ക്. നിങ്ങൾ ആരെയായി പേടിക്കുന്നത്? ആ സ്ത്രീയെയാണോ? അതെ, അവളുടെ കൈകൊണ്ടൊരു പെട കിട്ടിയാലേ ആ കരുത്ത് ബോധ്യപ്പെടും. നിർത്തടോ. ആണുങ്ങൾ ഇങ്ങനെ ഭയക്കാൻ പാടില്ല. ആദ്യം ആ സ്ത്രീയെ ഓടിക്കണം. അപ്പൊ ജഗനൊന്നും പതറും. ആ തക്ക നോക്കി അടിച്ചിടണവനെ. സാർ, ചാകുന്നെങ്കിൽ ചാകട്ടോ. നിങ്ങൾക്കൊരു കേട് സംഭവിക്കാതെ ഞാൻ സംരക്ഷിച്ചോളാം. ധൈര്യമായിട്ടിരിക്കുക. പറ്റുമെങ്കിൽ ആ തറക്കല്ല് പിഴുതെടുത്ത് ആ കല്ലുകൊണ്ട് തന്നെ ആ വന്ദനയുടെ തലയടിച്ച് പൊട്ടിക്കുക. ഓ വസ്തുവിന്റെ ആധാരം പൂജിച്ചില്ല എന്നതൊഴിച്ചാൽ ബാക്കി കർമ്മങ്ങളെല്ലാം മംഗളകരമായി തന്നെ നടന്നിരിക്കുകയാണ്. തറക്കല്ലിടാനുള്ള മുഹൂർത്തമായിരിക്കുകയാണ്. തിരുമേനി, ഞാനും ചന്ദ്രികയും തമ്മിലുള്ള ജീവിതത്തിന് അടിത്തറയിട്ടത് ഊർമിളയാ. ഞങ്ങളുടെ സ്വപ്നഭവനത്തിന്റെയും അടിത്തറ ഊർമിളയുടെ കൈകൊണ്ട് തന്നെ ആകണമെന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അത് അതിനെന്താ, ആകാലോ. നിങ്ങളുടെ ആഗ്രഹത്തിനും എനിക്ക് തരുന്ന അംഗീകാരത്തിനും ഞാൻ നന്ദി പറയുന്നു. പക്ഷേ പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും ആ സൽക്കർമ്മം ചെയ്യേണ്ടത് മാധവേട്ടന്റെ അമ്മയാണ്. മോളെ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്നാലും മാധവനെയും ചന്ദ്രികയും ഒരുമിപ്പിച്ചത് മോളല്ലേ? എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട വീടാ ഇവിടെ ഉയരാൻ പോകുന്നത്. ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരുമിച്ച് പോകാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതിനുള്ള കൈപുണ്യം ദളവ കുടുംബത്തിലെ ഊർമിളയുടെ കൈകൾക്ക് തന്നെ ഉണ്ട്. മോള് തന്നെ തറക്കല്ലിട. ചെയ്യുന്നേ. ശരി. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടെ ഞാനിത് ചെയ്യുകയാണ്. വാനിലേ കനകനിലാവിലേ താരമേ തിരിയിട മണ്ണിലേ മുകിലേറുമീ മാനത്തെ കൊട്ടാരത്തിൻ ചുവരാകവി ചായം തൂകാം വീടാകെ വീശുന്നീറൻ കാറ്റിൽ ചായുന്നു സ്നേഹത്തുമ്പിക്കൂട്ടം ചോരാതെ ചേരുന്നോരോ നേരം കൂടാതെ താനേ തേനൂറുന്നേ വാനിലേ കനകനിലാവിലേ താരമേ തിരിയിട മണ്ണിലേ. അങ്ങനെ ദളവ കുടുംബാംഗ ഊർമിള നമ്മുടെ സ്വപ്നഭവനമായ മധുചന്ദ്രികയുടെ ശിലാകർമ്മം നിർവഹിച്ചിരിക്കുന്നു. അച്ഛാ, എല്ലാവിധ ആശംസകളും.
ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയാണ്. അധികം താമസിയാതെ എത്തിയേക്കാം. ആ അമ്മേ, മോളെ ഞങ്ങൾ ഇറങ്ങാണേ. അങ്ങനെ എന്റെ അച്ഛന്റെ സ്വപ്നത്തിന് തറക്കല്ലായി. ഇനി എല്ലാം മുറയ്ക്ക് നടന്നോളും. ഞാൻ ഇറങ്ങാണേ. എങ്കിൽ ഞാനും ഇറങ്ങാം. ഇന്ന് ഒരു കൂട്ടം പരിപാടിയുണ്ട്. അതിനിടയിലാ ഇവിടേക്ക് വന്നത്. ഊർമിളെ, നീ ഇനി എന്നാ വീട്ടിലേക്ക് വരുന്നേ? ഞാനിനി ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടേയിരിക്കും. നിങ്ങൾക്ക് എപ്പോ ആവശ്യമുണ്ടെങ്കിലും ഒരു ഫോൺ കോൾ ചെയ്താൽ മതി. അപ്പോഴേക്കും ഈ ഊർമിള പറന്നെത്തിയിരിക്കും. എന്നാ ഞാൻ ഇറങ്ങുകയാ. ആ മാധവേട്ടാ, ആ ജഗ, വന്ദനെ, ഒരു മിനിറ്റ്. ശരി. വന്ദനെ, നീയും ജഗനും ഖാദറിനെ വളരെ സൂക്ഷിക്കണം. അവൻ അപകടകാരിയാ. ആ, അവന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. ആ ജഗ, വന്ദനയുടെ മേൽ എപ്പോഴും നിന്റെ ഒരു കണ്ണുണ്ടാവണം. ശരി അമ്മേ. ആ, എന്നെ കൊണ്ടുള്ള എന്ത് സഹായവും എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. നിരാശാകാമുകൻ വന്നു. അപ്പൊ സാഗർ വിളിച്ചറിയിച്ചത് ശരിയാ. ആ വന്ദനയുടെ വീടിന്റെ തറക്കല്ലിടിൽ കഴിഞ്ഞു. ഖാദറും ഗുണ്ടകളുമായിട്ടുള്ള യുദ്ധവും കഴിഞ്ഞു. എന്നിട്ടുള്ള വരവാ. മോർണിംഗ് വന്നേ. എന്താ ഇന്ന് പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. പാർട്ടിയുടെ യുവജന നേതാവായ എൻ്റെ മകൻ പക്ഷെ പങ്കെടുത്തില്ല. അതേ, വന്ദനയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ട് എൻ്റെ മകൻ എന്തെങ്കിലും സമയം ഉണ്ടാവുമോ? അനീതിക്കെതിരെ പോരാടണമെന്ന അച്ഛൻ്റെ പ്രസംഗം കേട്ടാണ് ഞാൻ വളർന്നത്. എന്നിട്ട് പോരാടിയോ? ഞാൻ പോരാടിയത് അനീതിക്കെതിരെ. ഓ, അതുവഴി സമൂഹത്തിൽ നന്മയുടെ ഒരു ചെറിയ വെളിച്ചെങ്കിലും തെളിയിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ശരി അച്ഛൻ. അത് ശരി. പണ്ട് വെറുതെ കണകൊണ പ്രസംഗിച്ച പല കാര്യങ്ങളും തേച്ചു മിനുക്കി കൊലക്കത്തിയാക്കി. ഇങ്ങനെ പോയാൽ ഇവനും കൈവിട്ടു പോകും. ഞാൻ അതിനു മുമ്പ് ഇവന്റെ മൂക്ക് തുളച്ച് ഒരു ചരട് കെട്ടി ഇരുമ്പ് കുറ്റിയിൽ തളച്ച് കെട്ടിയിടും ഞാൻ. അവിടെ കിടക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് വന്ദന എന്നെ ദ്രോഹിക്കുന്നു മാത്രമല്ല എന്റെ മോനെയും തട്ടിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാഗറെ, നമ്മൾ എന്തൊക്കെ പദ്ധതികൾ പ്ലാൻ ചെയ്താലും
ജഗൻ ശത്രുക്കളോടൊപ്പം ചേർന്ന് അതൊക്കെ തകർക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ എനിക്കാകെ പ്രതീക്ഷയുള്ളത് അവനെ മാത്രമാണ്. അല്ലെങ്കിൽ ഞാനവനെ തട്ടിക്കളഞ്ഞേനെ. അത്ര കടന്നൊന്നും ചിന്തിക്കേണ്ട സാറേ. സാറിന്റെ വരുതിയിൽ നിൽക്കുന്ന ജഗനെ വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പിന് തടസ്സം വരാത്ത ജഗനെയും വേണം. ജഗനെ കൈകാര്യം ചെയ്യേണ്ടത് കത്തികൊണ്ടല്ല സാറേ, ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടാണ്. ഈ വന്ദനയ്ക്കൊരു ജേർണലിസ്റ്റുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചിരുന്നല്ലോ. പക്ഷെ അത് ജഗൻ ഇടപെട്ട് തട്ടിക്കളഞ്ഞെന്നാണ് ഞാൻ കേട്ടത്. ജഗന്റെ ലക്ഷ്യം വന്ദനയാണ് സാറേ. അത് നടക്കരുത് സാഗർ. അവളെങ്ങാനും എന്റെ വീട്ടിൽ മരുമകളായി വന്നാലുള്ളൊരു അവസ്ഥ അതെനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അവളുടെ സഹോദരനായ എന്റെ മരുമകൻ മനോജിനെ ഞാൻ ഇന്നും അകറ്റിയാ നടത്തിയിരിക്കുന്നത്. അറിയോ തനിക്ക്? അതിൻ്റെയൊക്കെ വൈരാഗ്യം അവൾ എൻ്റെ കുടുംബം മുച്ചൂടും മുടിച്ചിട്ടായിരിക്കും തീർക്കുന്നത്. എനിക്കത് ഓർക്കുമ്പോൾ ഒരു സമാധാനമില്ല സാഗറേ. സാറ് ടെൻഷൻ അടിക്കാതെ. ഞാനും വിക്രമും ജീവിച്ചിരിക്കുമ്പോൾ വന്ദന കുറുപ്പ് സാറിന്റെ വീട്ടിൽ റാണിയായി വാഴിക്കില്ല. സാറ് ധൈര്യമായിട്ടിരിക്കും സാറേ. ഇത് സാഗറാ പറയുന്നേ. ആപത്തുണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി അറിയുന്നവനാണ് ഈ വിക്രം. അയാളുടെ ബിസിനസ് സാമ്രാജ്യം തകർക്കാൻ നടക്കുന്നവന്മാരുടെ ഒരു പൊടി പോലും അയാൾ ബാക്കി വെക്കില്ല. സമാധാനിക്കും സാറേ. വന്ദന, അവളെ ഒതുക്കാൻ ഒരു ആയുധം രാഗ്യം എനിക്ക് വെക്കുന്നുണ്ട് ഞാൻ. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചുള്ളവർ അടുത്തടുത്തങ്ങിരുന്നോളൂ. മഹായാഗത്തിൽ